പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ക്ലാസ് 7ലെ ജിയോഗ്രഫി ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. കാണാത്തവർ ദയവായി ആ വീഡിയോ കാണുക. ഇന്ന് നാം പറയാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻസൈഡ് അവർ എർത്ത്. ഭൂമിയുടെ അകത്ത് എന്തെല്ലാം കാണപ്പെടുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി, ജസ്റ്റ് ലൈക്ക് ആൻ ഒനിയൻ, ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ കോൺസെൻട്രിക് ലെയേഴ്സ് വിത്ത് വൺ ഇൻസൈഡ് അനദർ. അപ്പോൾ ഒരു ഉള്ളി നമുക്ക് പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഭൂമിയുടെ അകംഭാഗവും. അവയെ പല ലെയറുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദ എർത്ത്. ഭൂമിയുടെ അകത്തും പുറത്തും സ്ഥിരമായി മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ അകവും പുറവും സ്ഥിരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഭൂമി ഒരു ഉള്ളിയുടെ പോലെ തന്നെ പല ലെയറുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഈ ലെയറുകൾ അറിയപ്പെടുന്ന പേരാണ്, ഏറ്റവും പുറമെയുള്ള ലെയറാണ് ക്രസ്റ്റ്, അതിൻ്റെ താഴെ വരുന്നതാണ് മാൻറ്റിൽ, അതിൻ്റെ താഴെ വരുന്നതാണ് core. The crust forms only 1% of the volume of the earth. 84% consists of the mantle and 15% makes the core. അപ്പോൾ ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് എർത്തിൻ്റെ ഒരു 1% മാത്രമാണ് വരുന്നത്. ഇനി 84% എന്താണ്? മാൻറ്റിലാണ്. അപ്പോൾ എർത്തിൻ്റെ വോളിയത്തിൻ്റെ 1% മാത്രമാണ് ക്രസ്റ്റ്, 84% മാൻറ്റിലാണ്, 15% കോറുമാണ്. ഇനി ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് 6371 കിലോമീറ്റേഴ്സ്. ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് ഈ ലെയേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. വാട്ട് ഈസ് ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്? ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 കോൺസെൻട്രിക് ലെയേഴ്സ്, ക്രസ്റ്റ്, മാൻറ്റിൽ ആൻഡ് കോർ. അപ്പോൾ ഭൂമി രൂപം കൊണ്ടിരിക്കുന്നത് 3 ലെയേഴ്സ് കൊണ്ടിട്ടാണ്. ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ്. അവയിൽ ഏറ്റവും കട്ടി കുറഞ്ഞതാണ് ക്രസ്റ്റ്. അത് കഴിഞ്ഞ് ഏറ്റവും കട്ടി കൂടിയ ഭാഗം, ഏറ്റവും വോളിയം കൂടിയ ഭാഗമാണ് മാൻറ്റിൽ, ഏറ്റവും അകത്തെ ഭാഗമാണ് കോറ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ഏറ്റവും പുറത്തുള്ളത് ക്രസ്റ്റ്. ഇനി ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും തമ്മിൽ ചേർന്നുണ്ടാകുന്നതാണ് ലിത്തോസ്ഫിയർ. അത് കഴിഞ്ഞ് വരുന്നത് മാൻറ്റിൽ, പിന്നീട് വരുന്നത് കോറ്. ഈ കോറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. The uppermost layer over the earth's surface is called the crust. അപ്പോൾ ഏറ്റവും അപ്പർമോസ്റ്റ് ലെയർ ആണ് ക്രസ്റ്റ്. എർത്തിൻ്റെ സർഫസ് ആണ് ക്രസ്റ്റ് എന്ന് പറയാം. നമ്മൾ മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും വസിക്കുന്ന ഈ എർത്തിൻ്റെ സർഫസിനെയാണ് എന്ത് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ തിന്നസ്റ്റ് ഓഫ് ഓൾ ദ ലെയേഴ്സ്. എല്ലാ ലെയേഴ്സിലും ഏറ്റവും കട്ടി കുറഞ്ഞതാണ് ഈ ക്രസ്റ്റ്. ഇറ്റ് ഈസ് അബൌട്ട് 35 കിലോമീറ്റേഴ്സ് തിക്ക് ഓൺ ദ കോണ്ടിനെൻ്റൽ മാസസ്. അപ്പോൾ ഈ ക്രസ്റ്റിനെ പ്രധാനമായിട്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അതായത് കരഭാഗത്തുള്ള ക്രസ്റ്റും കടൽ ഭാഗത്ത് അല്ലെങ്കിൽ സമുദ്രഭാഗത്തുള്ള ക്രസ്റ്റും. ഈ കരഭാഗത്തുള്ള ക്രസ്റ്റ്, അതായത് കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് ആണ് 35 കിലോമീറ്റേഴ്സ്. ഇനി ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന കോമ്പൗണ്ട്സ്, മിനറൽസ് ആണ് സിലിക്ക ആൻഡ് അലുമിന. അതുകൊണ്ട് തന്നെ ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്തറിയപ്പെടുന്നു? സിയാൽ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 35 കിലോമീറ്റർ ആണ്. ഇത് സിയാൽ എന്നറിയപ്പെടുന്നു കാരണം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് സിലിക്കയും അലുമിനയുമാണ്. ഇനി ദ ഓഷ്യാനിക് ക്രസ്റ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് സിലിക്ക ആൻഡ് മഗ്നീഷ്യം, ദസ് കോൾഡ് സിമ. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സിലിക്കയും മഗ്നീഷ്യവുമാണ്. അതിനാൽ തന്നെ ഇവ സിമ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ തിക്നെസ് 35 കിലോമീറ്റേഴ്സ് ആയിരുന്നു. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിൽ വരുമ്പോൾ അതിൻ്റെ തിക്നെസ് വെറും 5 കിലോമീറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ സാധിക്കും, ഓഷ്യൻ കോണ്ടിനെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കോണ്ടിനെൻറ്റിൻ്റെ അടിയിൽ ാണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അതിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണ്, ആ ലൈറ്റ് റെഡ് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്ന ഭാഗം. പിന്നീട് ഓഷ്യൻ വരുമ്പോൾ ആ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. ഇനി ജസ്റ്റ് ബിലോ ദ ക്രസ്റ്റ് ഇസ് ദ മാൻറ്റിൽ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഓഫ് 2900 കിലോമീറ്റേഴ്സ്. അപ്പോൾ
അപ്പോൾ ക്രസ്റ്റിൻ്റെ താഴെയാണ് മാൻറ്റിൽ കാണപ്പെടുന്നത്. ഈ മാൻറ്റിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 2900 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളതും ഈ മാൻറ്റിൽ തന്നെയാണ്. The innermost layer is the core with the radius of 3500 kilometers. അപ്പോൾ ഏറ്റവും അകത്തുള്ളത്, അതായത് മാൻറ്റിലിൻ്റെ താഴെ വരുന്ന ലെയർ ആണ് കോർ എന്ന് പറയുന്നത്. കോറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഇതിൻ്റെ റേഡിയസ് ആണ് 3500 കിലോമീറ്റർ. ഇനി ഈ കോറിൽ പ്രധാനമായും കാണപ്പെടുന്നതാണ് നിക്കലും അയേണും. അതിനാൽ തന്നെ ഈ ഭാഗം നിഫെ എന്ന് അറിയപ്പെടുന്നു. നിഫെ എന്നാൽ നിക്കലിൻ്റെ എണ്ണയും, അയേണിൻ്റെ സിമ്പൽ എന്താണ്? Fe, കെമിക്കൽ സിമ്പലാണ് Fe. അതിനാലാണ് ഈ കോർ എന്തറിയപ്പെടുന്നത്? നിഫെ എന്ന് അറിയപ്പെടുന്നത്. ദ സെൻട്രൽ കോർ ഹാസ് എ വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഇന്നർ കോറിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറും പ്രഷറും അനുഭവപ്പെടുന്നത്. അപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്രസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്, പിന്നീട് മാൻറ്റിലുണ്ട്. അതിൻ്റെ അകത്ത് പിന്നീട് കോറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നർ കോറും ഔട്ടർ കോറും അതിൻ്റെ തിക്നെസ് എല്ലാം നമ്മൾ പറഞ്ഞു. അവയുടെ മറ്റു പേരുകളും പറഞ്ഞു. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് റോക്സ് ആൻഡ് മിനറൽസ്. റോക്സിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചുമാണ്. ദ എർത്ത്സ് ക്രസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് റോക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റ് രൂപപ്പെട്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള റോക്സ് കൊണ്ടിട്ടാണ്. എനി നാച്ചുറൽ മാസ് ഓഫ് മിനറൽ മാറ്റർ ദാറ്റ് മേക്സ് അപ്പ് ഓഫ് എർത്ത്സ് ക്രസ്റ്റ് ഈസ് കോൾഡ് എ റോക്ക്. അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റ് രൂപപ്പെടുത്തിയിരിക്കുന്ന ഏത് തരത്തിലുള്ള മിനറൽസിനെയും മാറ്ററിനെയും എന്ത് പറയാം? നമുക്ക് റോക്ക് എന്ന് പറയാം. ദർ ആർ 3 മേജർ ടൈപ്സ് ഓഫ് റോക്സ് ആർ ദെയർ. പ്രധാനമായും 3 തരത്തിലുള്ള റോക്സ് ആണ് കാണപ്പെടുന്നത്. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഏതൊക്കെയാണ്? ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. When the molten magma cools, it becomes solid. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഭൂമിയുടെ അകത്ത് പല ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ മാൻറ്റിൽ എന്ന ഭാഗത്ത് കാണപ്പെടുന്ന മോൾട്ടൻ സ്റ്റേജിലുള്ള പദാർത്ഥത്തെയാണ് എന്ത് വിളിക്കുന്നത്? മാഗ്മ. ഉരുകിയ അവസ്ഥയിലുള്ള ഒരു സെമി ഫ്ലൂയിഡിക് കണ്ടീഷനാണ് മാഗ്മ എന്ന് പറയുന്നത്. നമ്മൾ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ പുറത്തേക്ക് ലാവയായി ഒഴുകി വരുന്നത് ഈ മാഗ്മയാണ്. അപ്പോൾ വെൻ ദ മോൾട്ടൻ മാഗ്മ കൂൾസ്, ഇനി ഇത് പുറത്തേക്ക് വന്ന് തണുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സോളിഡ്. അവ കട്ടിയുള്ള സോളിഡായി മാറുന്നു. റോക്സ് ദസ് ഫോംഡ് ആർ കോൾഡ് ഇഗ്നിയസ് ഓർ പ്രൈമറി റോക്സ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്, അല്ലെങ്കിൽ ഇവ എന്തും അറിയപ്പെടുന്നു? പ്രൈമറി റോക്സും എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ മോൾട്ടൺ മാഗ്മ പുറത്തേക്ക് വരികയും അവ തണുക്കുകയും പിന്നീട് സോളിഡായി മാറ്റപ്പെടുകയും അങ്ങനെ രൂപം കൊള്ളുന്ന റോക്സിനെയാണ് എന്തു പറയുന്നത്? ഇഗ്നിയസ് റോക്സ് ഓർ പ്രൈമറി റോക്സ്. ദേ ആർ 2 ടൈപ്സ്. അപ്പോൾ ഇഗ്നിയസ് റോക്സ് 2 ടൈപ്പ് ഉണ്ട്. എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് ആൻഡ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഇവ രണ്ടും എന്താണെന്ന് നോക്കാം. ലാവ ഈസ് ആക്ച്വലി ഫിയറി റെഡ് മോൾട്ടൺ മാഗ്മ കമ്മിങ് ഔട്ട് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് സർഫസ്. അപ്പോൾ ഭൂമിയുടെ അകത്ത് ആ സെമി ഫ്ലൂയിഡിക് കണ്ടീഷനിൽ കിടക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് മാഗ്മ. പിന്നീട് ഇവ അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനോസ് പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് ലാവ. അതാണ് പറയുന്നത് ലാവ ഈസ് ആക്ച്വലി ഫിയറി റെഡ് മോൾട്ടൺ മാഗ്മ കമ്മിങ് ഔട്ട് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ് സർഫസ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന റെഡ് കളർ മോൾട്ടൺ മാഗ്മയാണ് ലാവ എന്ന് പറയുന്നത്. വെൻ ദിസ് മോൾട്ടൺ ലാവ കംസ് ഓൺ ദ എർത്ത് സർഫസ് ഇറ്റ് റാപ്പിഡ്ലി കൂൾസ് ഡൗൺ ആൻഡ് ബിക്കംസ് സോളിഡ്. അങ്ങനെ ഈ മോൾട്ടൺ ലാവ പുറത്ത് വരുമ്പോൾ അവ തണുക്കുകയും പിന്നീട് എന്തായി മാറുകയും ചെയ്യുന്നു? സോളിഡായി മാറുകയും ചെയ്യുന്നു. റോക്സ് ഫോംഡ് ഇൻ സച്ച് എ വേ ഓൺ ദ ക്രസ്റ്റ് ആർ കോൾഡ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന ഇഗ്നിയസ് റോക്സ്
റോക്സ്. എത്തരത്തിൽ ഭൂമിയുടെ ക്രസ്റ്റിൽ, അതായത് പുറത്തു വന്നിട്ട് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ വെരി ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചർ. അവയ്ക്ക് വെരി ഫൈൻ ഗ്രെയിൻഡ് സ്ട്രക്ചർ ആയിരിക്കും, വളരെ ചെറിയ ഗ്രെയിൻഡ് സ്ട്രക്ചർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ബസാൾട്ട്. അപ്പോൾ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്. ദ ഡെക്കാൻ പ്ലാറ്റ്യൂ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബസാൾട്ട് റോക്ക്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്ലാറ്റ്യൂ ആണ് ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇത് ബസാൾട്ട് റോക്സ് കൊണ്ടിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് നോക്കാം. സംടൈംസ് ദ മോൾട്ടൺ മാഗ്മ കൂൾസ് ഡൗൺ ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് എർത്തിന്റെ ക്രസ്റ്റിൽ വന്നിട്ടാണ് തണുത്ത് റോക്സ് ആയി മാറുന്നത്. എന്നാൽ ചിലപ്പോൾ മാഗ്മ ഭൂമിയുടെ ഉള്ളിൽ തന്നെ, അതായത് ക്രസ്റ്റിന്റെ അടിയിൽ തന്നെ പുറത്തേക്ക് വന്ന് തണുത്ത് റോക്ക് ആയി മാറുന്നു. ഇത്തരത്തിലുള്ള സോളിഡ് റോക്സ് ഫോംഡ് ആർ കോൾഡ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഫോം ചെയ്യുന്ന ഇഗ്നിയസ് റോക്സ് ആണ് എക്സ്ട്രൂസീവ്. ഭൂമിയുടെ അകത്ത് ക്രസ്റ്റിന്റെ അടിയിൽ തന്നെ വെച്ച് തണുക്കുകയും റോക്കായി മാറുകയും ചെയ്യുന്നതിനെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നു. സിൻസ് ദേ കൂൾസ് ഡൗൺ സ്ലോവിലി ദേ ഫോംസ് ലാർജ് ഗ്രെയിൻസ്. അപ്പോൾ ഭൂമിയുടെ പുറത്തേക്ക് വന്നാൽ അവ പെട്ടെന്ന് തന്നെ തണുക്കുന്നു. എന്നാൽ ഭൂമിയുടെ അകത്ത് കൂൾ ഡൗൺ ആകുന്നത്, തണുക്കുന്നത് വളരെ സ്ലോവിലാണ്. അതിനാൽ തന്നെ അവ ലാർജ് ഗ്രെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞത് വെരി ഫൈൻ ഗ്രെയിൻസ് എന്നാണ്. അപ്പോൾ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഓക്കെ, പറഞ്ഞത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് സെഡിമെന്ററി റോക്ക് എന്ന് നോക്കാം. റോക്സ് റോൾ ഡൗൺ ആൻഡ് ബ്രേക്സ് ഇൻ ടു സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആൻഡ് ദീ സ്മോളർ പാർട്ടിക്കിൾസ് ആർ കോൾഡ് സെഡിമെന്റ്സ്. അപ്പോൾ ഈ ഇഗ്നിയസ് റോക്സ് കുറേ നാൾ ഭൂമിയുടെ മുകളിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ അവ റോൾ ഡൗൺ ചെയ്യുകയും ഉരുണ്ട് മറ്റു സ്ഥലത്തേക്ക് പോകുകയും അവ ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുകയും ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അവയുടെ ചെറിയ ചെറിയ കഷണങ്ങൾ ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് സെഡിമെന്റ്സ് എന്ന് പറയുന്നത്. ദീസ് സെഡിമെന്റ്സ് ആർ ട്രാൻസ്പോർട്ടഡ്. അവ മറ്റു സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ തന്നെ മാറുകയും കംപ്രസ് ചെയ്യുകയും ആൻഡ് ഹാർഡൻ ടു ഫോം ലെയേഴ്സ് ഓഫ് റോക്ക്. പിന്നീട് അവ ഹാർഡൻ ചെയ്യുകയും അത്തരത്തിൽ റോക്സ് ഫോം ചെയ്യുകയും ചെയ്യുന്നു, ഒരു പുതിയ തരത്തിലുള്ള റോക്ക്. ദീസ് ടൈപ്പ് ഓഫ് റോക്സ് ആർ കോൾഡ് സെഡിമെന്ററി റോക്സ്. അപ്പോൾ സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത് ഇഗ്നിയസ് റോക്സിൽ നിന്നാണ്. അതിനാലാണ് ഇഗ്നിയസ് റോക്സിനെ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവ ഈ സെഡിമെന്റ്സ് ആയിട്ട് ആദ്യം മാറ്റപ്പെടുന്നു. ഏത്? ഇഗ്നിയസ് റോക്സ്. പിന്നീട് ഈ സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു, കംപ്രസ് ചെയ്യപ്പെടുന്നു, ദെൻ ഹാർഡൻ ചെയ്യപ്പെടുന്നു, ദെൻ സെഡിമെന്ററി റോക്സ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇഗ്നിയസ് ആൻഡ് സെഡിമെന്ററി റോക്സ് ക്യാൻ ചേഞ്ച് ഇൻ ടു മെറ്റാമോർഫിക് റോക്സ് അണ്ടർ ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. ഇനി ഇഗ്നിയസ് റോക്സിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും എന്ത് റോക്സ് ആയി മാറുന്നുണ്ട്? മെറ്റാമോർഫിക് റോക്സ്. അതാണ് തേർഡ് ടൈപ്പ് ഓഫ് റോക്ക്. ഇതെങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്സ് ആയി മാറുന്നത്? അണ്ടർ ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. വളരെ വലിയ താപനില, ഹീറ്റിലും പ്രഷറിലും, മർദ്ദത്തിലുമാണ് മെറ്റാമോർഫിക് റോക്സ് ആയി ഇഗ്നിയസ് റോക്സും സെഡിമെന്ററി റോക്സും മാറ്റപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ റോക്ക് ഫ്രം വൺ ടു അനദർ ഈസ് കോൾഡ് റോക്ക് സൈക്കിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് റോക്സ് സെഡിമെന്ററി റോക്സ് ആയി മാറുന്നു, സെഡിമെന്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ആയി മാറുന്നു, ഇഗ്നിയസ് റോക്സും മെറ്റാമോർഫിക് റോക്സ് ആയി മാറുന്നു. ഇത്തരത്തിൽ ഒരു റോക്ക് ഫോമിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ക്ലേ ചേഞ്ചസ് ഇൻ ടു സ്ലേറ്റ് ആൻഡ് ലൈം സ്റ്റോൺ ഇൻ ടു മാർബിൾ. ഈ ക്ലേ എന്ന് പറയുന്നത് സാധാരണ എന്താണ്? ഒരു പ്രൈമറി റോക്കിന് എക്സാമ്പിളാണ്. അത് എന്തായിട്ട് മാറുന്നു? സ്ലേറ്റ് ആയിട്ട് മാറുന്നു. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിളാണ്. ഇനി ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിളാണ്. അത് എന്തായിട്ട് മാറുന്നുണ്ട്? മാർബിൾ ആയിട്ട് മാറുന്നു. മാർബിൾ എന്ന് പറഞ്ഞാൽ മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിളാണ്. അപ്പോൾ റോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് റോക്സ് ഉണ്ട്. ഇത് ഒരു റോക്കിൽ നിന്നും മറ്റൊരു റോക്കായി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന പ്രക്രിയ, പ്രോസസ്സാണ് റോക്ക് സൈക്കിൾ. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് സെഡിമെന്ററി റോക്സ് ടേൺഡ് ഇൻ ടു എ മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്കായി സെഡിമെന്ററി റോക്ക് മാറുന്നതാണ് അണ്ടർ ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റോക്ക് സൈക്കിളാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. മാഗ്മ ഇഗ്നിയസ് റോക്സ് ആയി മാറുന്നു, ഇഗ്നിയസ് റോക്ക് പിന്നീട് സെഡിമെന്റ്സ് ആയി മാറുന്നു, ദെൻ സെഡിമെന്ററി റോക്ക് ഫോം ചെയ്യുന്നു. അതിൽ നിന്നും ഗ്രേറ്റ് ഹീറ്റ് അല്ലെങ്കിൽ പ്രഷർ മൂലം മെറ്റാമോർഫിക് റോക്സ് ഫോം ചെയ്യുന്നു. പിന്നീട് ഈ
മെറ്റാമോർഫിക് റോക്ക് പിന്നെയും ഹീറ്റ് ആയി കഴിഞ്ഞാൽ അവ ഉരുകി എന്തായി മാറുന്നു? മാഗ്മയായി മാറുന്നു. പിന്നീട് ഇഗ്നിയസ് റോക്കായി മാറുന്നു. ഇഗ്നിയസ് റോക്ക് തന്നെ ഡയറക്റ്റ് മെറ്റാമോർഫിക് റോക്കായി മാറുന്നുണ്ട്. അതായത് എല്ലാ റോക്സിൻ്റെയും ഫോർമേഷൻ ഇന്റർ കണക്റ്റഡ് ആണ്. അതിനാൽ തന്നെ ഇവയെ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഫിഗർ കണ്ടപ്പോൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. You have already learned when the molten magma cools, it solidifies to become igneous rocks. These igneous rocks are broken down into small particles that are transported and deposited to form sedimentary rocks. When the igneous and sedimentary rocks are subjected to heat and pressure, they change into metamorphic rocks. The metamorphic rocks, which are still under great heat and pressure, melt down to form of molten magma. This molten magma again can cool down and solidify into igneous rocks. അപ്പോൾ ആ ഫിഗറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്യുമ്പോൾ ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യും. ഈ ഇഗ്നിയസ് റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സെഡിമെന്റ്സ് ആയിട്ട് മാറിയിട്ട് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യും. പിന്നീട് ഈ സെഡിമെന്ററി റോക്സും ഇഗ്നിയസ് റോക്സും ഹൈ ഹീറ്റിലും പ്രഷറിലും മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് മാറുന്നു. പിന്നീട് ഈ മെറ്റാമോർഫിക് റോക്ക് പിന്നെയും ഗ്രേറ്റ് ഹീറ്റ് ആൻഡ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ആവുകയും പിന്നീട് അത് മോൾട്ടൺ മാഗ്മ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. എഗെയിൻ ഈ മോൾട്ടൺ മാഗ്മ കൂളായി കഴിഞ്ഞാൽ പിന്നീട് എന്തായി മാറും? എഗെയിൻ ഇഗ്നിയസ് റോക്കായി മാറുന്നു. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. അതിനാൽ തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഇനി റോക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മിനറൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോക്സ് ഫോം ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മിനറൽസ് കൊണ്ടിട്ടാണ്. മിനറൽസ് ആർ നാച്ചുറലി ഒക്കറിംഗ് സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് സർട്ടൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെഫിനിറ്റ് കെമിക്കൽ കോമ്പോസിഷൻ. ഈ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്നതാണ്. അവ ഓരോന്നിനും സെപ്പറേറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷൻസും ഉണ്ട്. മിനറൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹ്യൂമൻ കൈൻഡ്. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന മിനറൽസ് മനുഷ്യന് വളരെ ഉപകാരപ്രദമാണ്. സം ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽസ്. ഇങ്ങനെ കിട്ടുന്ന മിനറൽസിൽ ചിലത് ഫ്യൂവൽസ് ആയി ലഭിക്കുന്നു. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോൾ, കൽക്കരി, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, പെട്രോളിയം പ്രോഡക്ട്സ്. ഈ പെട്രോളിയം പ്രോഡക്ട്സിൽ നിന്നാണ് ഡീസൽ, മണ്ണെണ്ണ, പെട്രോള്, ടാറ്, കോൾ എന്നിവ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പെട്രോളിയം എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു മിനറൽ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദേ ഓൾസോ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് അയേൺ, അലുമിനിയം, ഗോൾഡ്, യുറേനിയം എക്സെട്ര ഇൻ മെഡിസിൻ ആൻഡ് ഫെർട്ടിലൈസർ. ഇപ്പോൾ മെഡിസിൻ ഫോം ചെയ്യാനും ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നാം യൂസ് ചെയ്യുന്ന മിനറൽസ് ഏതൊക്കെയാണ്? അയേൺ, അലുമിനിയം, ഗോൾഡ്, യുറേനിയം. ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന മിനറൽസ് ആണ്. ഒന്നല്ലെങ്കിൽ മിനറൽസ് ഫോമിൽ, അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ ആണെങ്കിൽ ഗോൾഡ് ആയിട്ട് തന്നെയാണ് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് മനുഷ്യന് പല രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം പറഞ്ഞത് ഭൂമിയുടെ ഡിഫറെന്റ് ലെയേഴ്സ്, എർത്തിന്റെ ലെയേഴ്സിനെ കുറിച്ചാണ്. ഫിഗറിൽ കാണാം. ക്രസ്റ്റ്, ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പാർട്ടും കൂടെ ചേർന്നതാണ് ലിത്തോസ്ഫിയർ. പിന്നീട് വരുന്നതാണ് മാൻഡില്. മാൻഡിലിൻ്റെ താഴെ കോറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇന്നർ കോറും ഔട്ടർ കോറും. പിന്നെ ഈ കോറും മാൻഡിലും ചേരുന്ന ഭാഗമാണ് കോർ മാൻഡിൽ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വോളിയം കൂടിയ ഭാഗം മാൻഡിലാണ്. ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഭാഗം ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് റോക്സിനെ കുറിച്ചാണ്. 3 ടൈപ്പ് റോക്സ് ഉണ്ട്. ഇഗ്നിയസ് റോക്സ്, സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ്. അതിനെല്ലാം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. പിന്നീട് അവസാനം പറഞ്ഞത് മിനറൽസിൽ നിന്ന് നമുക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് റോക്ക് സൈക്കിളിനെ കുറിച്ചാണ്. എല്ലാ റോക്സും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു റോക്കിൽ നിന്നും മറ്റൊരു റോക്ക് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനാൽ തന്നെ അവ റോക്ക് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.